പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അഭിമുഖം ഫേസ്ബുക്കിൽ നിന്ന് നീക്കിയതിൽ വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെ വീഡിയോ പുനഃസ്ഥാപിച്ചു മെറ്റ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്നാണ് മനോരമ ന്യൂസിൽ സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിന്റെ നീക്കം ചെയ്ത ഭാഗം മെറ്റ പുനഃസ്ഥാപിച്ചത്. പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് വി ഡി സതീശന്റെ വീഡിയോ നീക്കിയതെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് വീഡിയോ നീക്കിയതെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ ഇന്ന് വ്യക്തമാക്കി. വീഡിയോയ്ക്ക് താഴെ വന്ന അധിക്ഷേപ കമന്റുകൾ നീക്കം ചെയ്യാനാണ് ആവശ്യപ്പെട്ടതെന്നും എന്നാൽ വീഡിയോ പൂർണ്ണമായി മെറ്റ നീക്കം ചെയ്യുകയായിരുന്നുവെന്നും രത്തൻ ഖേൽക്കർ പറഞ്ഞു. അതേസമയം അഭിമുഖം നീക്കം ചെയ്യാൻ ശുപാർശ ചെയ്തത് കേരള പോലീസാണെന്നും രാഷ്ട്രീയ കാര്യങ്ങൾ ചോദിച്ചതിനുള്ള മറുപടിയാണിതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. തന്റെ അഭിമുഖത്തെ പോലും പിണറായി വിജയന് ഭയമാണെന്നും നരേന്ദ്രമോദിയുടെ അനിയനാണ് കേരളം ഭരിക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു. എന്നാൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലവിൽ വന്ന സാഹചര്യത്തിൽ പോലീസ് എടുക്കുന്ന നടപടികളെപ്പറ്റി തനിക്ക് അറിയില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പ്രതിപക്ഷ നേതാവിന്റെ വീഡിയോ മെറ്റ നീക്കം ചെയ്യാൻ അധിക്ഷേപ കമന്റുകളാണോ കാരണം? അഭിമുഖം നീക്കിയതിൽ പോലീസിനെയും മുഖ്യമന്ത്രിയെയും കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. അഭിമുഖം നീക്കം ചെയ്യാൻ ശുപാർശ ചെയ്തത് കേരള പോലീസാണെന്നും അവർക്കതിന് എന്ത് അവകാശമാണുള്ളത് എന്നും വി ഡി സതീശൻ ചോദിച്ചു. രാഷ്ട്രീയ കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള മറുപടിയാണിതെന്നും പ്രതിപക്ഷ നേതാവിന്റെ അഭിമുഖത്തെ പോലും പിണറായി വിജയനും ഭയമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. നരേന്ദ്രമോദിയുടെ അനിയനാണ് കേരളം ഭരിക്കുന്നതെന്നും സതീശൻ ആരോപിച്ചു. വാക്കുകളിലേക്ക്. എൻ്റെ ഇന്റർവ്യൂ നീക്കം ചെയ്യാൻ ഞാൻ എന്താണ് ആ ഇന്റർവ്യൂവിൽ മോശമായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാ ഏകാധിപതികളെയും ഭരിക്കുന്നത് ഭയമാണ്. ഒരു ഇന്റർവ്യൂവിനെ പോലും ഭയക്കുന്ന ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. നരേന്ദ്രമോദിയുടെ അനിയനല്ലേ കേരളം ഭരിക്കുന്നത്. അതിപ്പോൾ വീണെടുത്ത് കിടന്ന് ഉരുളുവാണ്. മനസ്സിലായില്ലേ? കേരളത്തിലെ പോലീസ് ഇത് റിമൂവ് ചെയ്യണമെന്ന് മെറ്റയോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്നാൽ പോലീസ് എടുത്ത നടപടി തനിക്ക് അറിയില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതോടെ പോലീസ് വകുപ്പുമായി തനിക്ക് നേരിട്ട് ബന്ധമില്ലെന്നും വിഷയത്തെക്കുറിച്ച് പോലീസ് മേധാവിയോട് ചോദിക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരള പോലീസിന്റെ നടപടി എന്തുകൊണ്ടാണ് സ്വീകരിച്ചത് എന്നുള്ളത് എനിക്കറിയുന്ന കാര്യമല്ല. എനിക്കതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം വന്നതോടുകൂടി പോലീസ് വകുപ്പ് എന്നത് കൈകാര്യം ചെയ്യുന്ന ആൾ ഞാനാണെന്ന് വേണമെങ്കിൽ പറയാമെന്നല്ലാതെ അതുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധം എനിക്കില്ല. അങ്ങനെ സാധിക്കുന്ന കാര്യമല്ല. അതേസമയം പ്രതിപക്ഷ നേതാവിന്റെ അഭിമുഖത്തിന് താഴെ വന്ന കമന്റ് നീക്കം ചെയ്യാനാണ് മെറ്റയോട് ആവശ്യപ്പെട്ടതെന്നും പക്ഷേ വീഡിയോ പൂർണ്ണമായി മെറ്റ ഒഴിവാക്കുകയായിരുന്നുവെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. സൈബർ പോലീസ് മെറ്റയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും മെറ്റയോട് വീഡിയോ റീസ്റ്റോർ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. As per the IT Act, any obscene comments, ഏതെങ്കിലും വിധത്തിലുള്ള അട്രോഷ്യസ് ആയിട്ടുള്ള കമൻറ്റ്സ് ഒരാളെതിരെ ഉണ്ടെങ്കിൽ അതിനെതിരെ പോലീസിനൊരു ആക്ഷൻ എടുക്കണമെന്നുള്ള നിർദ്ദേശം ഓൾറെഡി അവർക്ക് IT Act പിന്നെ ഇൻ്റർമീഡിയറി റൂൾസിനനുസരിച്ചിട്ട് അവർക്ക് നിലവിലുണ്ട്. നമ്മുടെ സൈബർ പെട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ട് സൈബർ സെല്ല് ഇങ്ങനെ ഒരു കമൻറ്റ് അവരുടെ മുൻപ് വരുമ്പോൾ അവർ മെറ്റാവോട് പറഞ്ഞത് ഈ കമൻറ്റ് നീക്കണമെന്ന് ആയിരുന്നു. പക്ഷേ ബൈ മിസ്റ്റേക്ക് ആ മൊത്തം വീഡിയോ അവർ നീക്കി എന്നുള്ളതാണ് ഒരു ഫാക്ച്വൽ പൊസിഷൻ. ഇതിൽ ആരാണ് പ്രതി? ഇതിൻ്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ ഞാൻ പറയാം. ഇതിലെന്താ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവുള്ളൂ. കാരണം വെച്ചാൽ രാഷ്ട്രീയ നേതാക്കൾ വന്നിട്ട് അവരുടേതായ പ്രസ്താവനകൾ നടത്തി പോകുന്നു. അതിനുള്ള മറുപടി മുഖ്യമന്ത്രി നൽകുന്നു. ഇപ്പോൾ രത്തൻ യു ഖേൽക്കറും വരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് രത്തൻ യു ഖേൽക്കർ ഇവിടെ വന്നിട്ട് ഈ വിഷയത്തിലൊരു മറുപടി കൊടുക്കുന്നുണ്ട്. അത് ഏത് സാഹചര്യം ആയതുകൊണ്ടാണ്? തിരഞ്ഞെടുപ്പ് സാഹചര്യം ആയതുകൊണ്ടാണ്. അതാണ് നമ്മൾ പൊതുജനങ്ങൾ ആദ്യം ഇക്കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുമ്പോൾ സ്വാഭാവികമായും ഈ പറയുന്നത് പോലെ സൈബർ പട്രോളിംഗ് എന്നൊക്കെയുള്ള നിഷ്പക്ഷവും നീതിയുക്തവുമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിൻ്റെ ഭാഗമായി തിരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ പ്രസ്തുത വീഡിയോയ്ക്ക് താഴെ ഒരു റീലായിരുന്നു അത്. അതിന് താഴെ ഒരു വിദ്വേഷ കമൻ്റ് ഉണ്ടാവുന്നു. ഈ വിദ്വേഷ കമൻ്റ് കണ്ടപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ സൈബർ പോലീസിന് നിർദ്ദേശം നൽകുന്നു ഇത് നീക്കാൻ ആവശ്യപ്പെടണം എന്ന്. അപ്പോൾ സൈബർ പോലീസ് ഇത് നേരെ പോയി മെറ്റയോട് ഒരു നോട്ടീസ് കൊടുത്തിട്ട് ഇത് നീക്കണം എന്ന് പറയുന്നു. അപ്പോൾ മെറ്റ എന്ത് ചെയ്തു? ആ കമൻ്റ് അല്ല നീക്കിയത്, ആ വീഡിയോ അങ്ങ് നീക്കി. ആത്യന്തികമായി പ്രശ്നം പറ്റിയിരിക്കുന്നത് മെറ്റയ്ക്കാണ്. കമൻ്റാണ് നീക്കാൻ പറഞ്ഞ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ നീക്കിയത് വീഡിയോയാണ്. ഇതാണ് ഇതിൻ്റെ ഓർഡർ. എന്നിട്ട് ഇതിലാണ് പറയുന്നത് പോലീസ് അനധികൃതമായി ഇടപെട്ട് പോലീസിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ച് ഈ രീതിയിലൊക്കെ ഇതിനെ വക്രീകരിച്ച് കാണുന്ന ആളുകളുണ്ട്. അങ്ങനെ കാണുന്നതിന് അത് ഈ ഇലക്ഷൻ്റെ സമയം, ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ഇലക്ഷൻ സമയമായതുകൊണ്ടുള്ള പ്രത്യേക
ഒരു ഉത്സാഹത്തിൽ അതിനെ അങ്ങനെ കാണുന്നതാണ്. സത്യത്തിൽ വസ്തുത ഇതാണെന്നിരിക്കെ മെറ്റയ്ക്ക് ഇവിടെ അബദ്ധം പിണഞ്ഞിരിക്കെ ഇതാണ് അതിൻ്റെ ഓർഡർ. അപ്പോൾ അങ്ങനെയുള്ളവർ, ഇത് പോലീസാണ് ഇതിൽ അനധികൃതമായി ഇടപെട്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സർക്കാർ എന്നുള്ളത് ഒരു കാവൽ സർക്കാർ മാത്രമാണ്. അവിടെ നിൽക്കുകയുള്ളൂ. മറ്റെല്ലാ അധികാരങ്ങളും ഇലക്ഷൻ കമ്മീഷനാണ് ഉള്ളത്. അവരാണ് ഈ പറയുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ വന്നിട്ട് ഇവിടെ നിന്ന് അതിനുള്ള മറുപടി കൊടുത്തു. ആ വകുപ്പ് ഞാനാണ് കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ പോലും ആ വകുപ്പുമായി എനിക്ക് നേരിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു നയപരമായ കാര്യം ഒരു സർക്കാരിന് എടുക്കണമെങ്കിൽ തന്നെ അതിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ അനുമതി വേണം. ഇതാണ് ഈ ഇലക്ഷൻ കാലത്തെ പ്രത്യേക സാഹചര്യം. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ ഇങ്ങനെയാണ്. ഇനി അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇതുപോലെ വന്ന് ഭവിച്ചിരിക്കുന്നത്. ഇനി ഞാൻ 2-3 ചെറിയ ഉദാഹരണങ്ങൾ പറയാം. അതിൽ ഒന്ന്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും, തദ്ദേശമാണോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് MVD ഈ ടാക്സി ഡ്രൈവർമാരെ അവരുടെ ടാക്സി ഏറ്റെടുത്തുകൊണ്ട് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കുവാൻ വേണ്ടി നിർബന്ധിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. വ്യാപകമായി പ്രചരിച്ച വീഡിയോ തന്നെയായിരുന്നു അത്. ലോക്സഭയാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ അതിൽ പറയുന്നത്, ഇതാണോ ജനകീയ സർക്കാർ? ഇങ്ങനെയാണോ ഞങ്ങളോട് ചെയ്യേണ്ടത്? കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ പോലും ഞങ്ങളുടെ വാഹനം നൽകിയിട്ടും, താല്പര്യമില്ലാതെയാണെങ്കിൽ പോലും ഞങ്ങളുടെ വാഹനം നൽകിയിട്ടും ഞങ്ങൾക്ക് അതിന് കൃത്യമായ വേതനം നൽകിയില്ല എന്നടക്കമുള്ള ചൂണ്ടിക്കാണിച്ച് സ്വാഭാവികമായും ഉണ്ടാകുന്ന രോഷത്തിൽ വളരെ വൈകാരിക വിക്ഷോഭത്തോടെ തന്നെയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോഴും പറയുന്നത്, ഇങ്ങനെയാണോ ജനകീയ സർക്കാർ പെരുമാറേണ്ടത് എന്നൊക്കെയാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ MVD ആണല്ലോ ഇതിന് ഈ പറഞ്ഞ് അവരെ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് നിർബന്ധിച്ചിരിക്കുന്നത്. അപ്പോൾ MVDയോട് ഈ കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ MVD പറയാണ്, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത്ര വണ്ടി ഏറ്റെടുക്കണം ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്യുകയാണ്. ഇനി ഞങ്ങളത് ചെയ്യുന്നതിൽ ഏതെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ച നടത്തിക്കഴിഞ്ഞാൽ അത് ജനപ്രാതിനിധ്യ നിയമപ്രകാരം കുറ്റകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഇനി പോട്ടെ, ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച ഉടൻ തന്നെ പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും ആസാമിലൊക്കെ നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഉദ്യോഗസ്ഥരൊക്കെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുകയോ അവരുടെ സ്ഥാനചലനത്തിനോ കാരണമായിട്ടുണ്ട്. അത് അവിടുത്തെ സർക്കാരാണോ ചെയ്യുന്നത്? അല്ല, ഇലക്ഷൻ കമ്മീഷനാണ് ചെയ്യുന്നത്. അവർക്കാണ് അതിൻ്റെ അധികാരം. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ തന്നെ 19 ഉദ്യോഗസ്ഥരെയാണ് ഇപ്പം കൂട്ടത്തോടെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. പുതിയ ഉദ്യോഗസ്ഥരെയൊക്കെ ആ തസ്തികകളിലേക്ക് അവർ തന്നെ നിയമിക്കുകയും ചെയ്തു. അതിനു മുൻപ് അവിടുത്തെ ചീഫ് സെക്രട്ടറി, ഹോം സെക്രട്ടറി, DGP, പോലീസ് കമ്മീഷണർ അടക്കം. എന്നിട്ട് മമത ഇതിൽ എന്തെങ്കിലും പ്രതിഷേധം ഉയർത്തിയതുകൊണ്ട് വല്ല കാര്യവുമുണ്ടോ? ഉയർത്തി. അത് ഉയർത്തിയതുകൊണ്ട് വല്ല കാര്യവുമുണ്ടോ? ഇല്ല. കാരണം അത് ഇലക്ഷൻ കമ്മീഷനാണ് ആ കാര്യങ്ങളെ നിയന്ത്രിച്ചു വരുന്നത്. അപ്പോൾ നിലവിൽ ഇതാണ് ഒരു അന്തർദേശീയ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ നമ്മുടെ സംസ്ഥാനത്തല്ല, മറ്റ് സംസ്ഥാനത്താണെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാര പരിധിയിലാണ് നിലവിൽ ഈ പ്രത്യേക ഘട്ടത്തിൽ കാലത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ള മനസ്സിലാക്കുക എന്നുള്ളതൊരു ബേസിക് അവബോധമാണ്. ആ കാര്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ഇതിനെ മറ്റൊരു തരത്തിൽ ചിത്രീകരിക്കുകയാണ് സത്യത്തിൽ പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത്. നല്ലതാണ്, ഇലക്ഷൻ സ്ട്രാറ്റജി ആയിട്ട് അതിന് ഉപയോഗിക്കാം. പക്ഷേ ഇത് എത്ര കണ്ടങ്ങനെ മറച്ചു വെക്കും? ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യമെന്നിരിക്കെ. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് ആ വീഡിയോയിൽ ഡീലിനെ പറ്റി തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ഡീലിനെ പറ്റി അദ്ദേഹം എല്ലാ ദിവസവും എല്ലാ മാധ്യമങ്ങൾക്ക് മുന്നിലും വിഷയങ്ങൾ ഉന്നയിക്കുകയാണ്. അതിനുള്ള മറുപടികൾ എതിർപക്ഷത്ത് നിന്നും വരികയാണ്. അതായത് പിണറായി വിജയൻ തന്നെ നേരിട്ട് ഇറങ്ങി നിന്ന് അതിനെ പ്രതിരോധിക്കുകയാണ്. ഈ ഡീലിനെ പറ്റിയാണ് ആ വീഡിയോയിലും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം പല മാധ്യമങ്ങൾക്കും ബൈറ്റുകൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പല ചർച്ചകളും സംസാരങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള മറുപടികളുമുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇങ്ങനെ ഒരു വസ്തുത ഇവിടെ ഉണ്ടായിരിക്കെ അതിനെ മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു രീതിയിൽ ഇതിനെ ഒരു ഇലക്ഷൻ പോകുന്ന വഴിക്ക് അങ്ങനെയാണെങ്കിൽ ഇതുകൂടെ കിട്ടിയല്ലോ എന്ന് വെച്ച് ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയാക്കി ഇതിനെ മാറ്റാനാണ് നിലവിൽ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്, മോദിയുടെ അനിയനാണ് ഇവിടെ ഭരിക്കുന്നത്, തൻ്റെ ഇൻ്റർവ്യൂവിനെ പോലും പിണറായിക്ക് ഭയമാണ് എന്നുള്ളത്. കാരണം ആ പറയുമ്പോൾ തന്നെ ഡീലാണല്ലോ, ആ ഡീലിന് മറു ഡീലുകളും മറു ചോദ്യങ്ങളും ഉന്നയിച്ചിട്ട് ആ ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം നൽകിയിട്ടില്ല നിലവിൽ VD സതീശൻ. മിനിമം ആ കാര്യത്തിലെങ്കിലും. ഇപ്പോൾ ഇന്നലെ മനക്കപ്പടിയിൽ 2006 നിങ്ങൾ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിയോ എന്നുള്ള സിമ്പിളായ ചോദ്യത്തിന് പോലും കൊളുത്തിയെങ്കിൽ കൊളുത്തി, ഇല്ലെങ്കിൽ ഇല്ല, yes or no ക്വസ്റ്റ്യനൊക്കെ നേരത്തെ തന്നെ പ്രതിപക്ഷം ശബരിമല വിഷയത്തിലൊക്കെ സർക്കാരിനോട് ചോദിക്കുന്നതല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിനുള്ള മറുപടി പോലും പറയാതെ പറയുകയാണ്, എൻ്റെ അഭിമുഖത്തിനെ പോലും അവർക്ക് പേടിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, എല്ലാവർക്കും ഈ തരത്തിലുള്ള ഇലക്ഷൻ കാലത്ത് ആരോപണങ്ങളോ പ്രത്യാരോപണങ്ങളോ ഒക്കെ ആയി മുന്നോട്ട് പോകാം. പക്ഷേ അതിൽ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു രീതിയിൽ ഇതിനെ ചിത്രീകരിക്കുന്നത് അത്ര
നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഏതെങ്കിലും ഒരു തരത്തിൽ ഫാസിസ്റ്റ് രീതി ഇവിടെ ഈ സർക്കാർ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഈ LDF എന്ന് പറയുന്ന ഈ മുന്നണി കൊണ്ടുവരുന്നു എന്ന തരത്തിലുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതിൽ കൂടെ വോട്ട് ഒരു 5 വോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതും കൂടെ നന്നാവും എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെയാണെന്ന് തോന്നുന്നു ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഒരു വാർത്ത ഒരു മാധ്യമം കൊടുത്തില്ല എന്ന് കരുതുക, പക്ഷേ തീർച്ചയായും 10ഓളം മാധ്യമങ്ങളുള്ള ഒരു സ്ഥലത്ത് മറ്റു മാധ്യമങ്ങൾ അത് കൊടുക്കും. അപ്പം നമ്മളെപ്പോലെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും തന്നെ ഈ കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ അതിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? അതിനെ ഈ രീതിയിൽ കാണേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കണം. പക്ഷേ അദ്ദേഹം അതൊരു ആയുധമാക്കി എടുക്കുകയാണ്. ആ ആയുധത്തിന് മൂർച്ചയില്ല എന്നാണ് ഞാൻ പറയുന്നത്. റൈറ്റ്. ഇതിനകത്ത് ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടി വിടുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് അദ്ദേഹം വേണ്ട രീതിയിൽ നിർവഹിച്ചു എന്നുള്ള മട്ടിലാണ് ഞാനതിനെ കണക്കാക്കുന്നത്. കാരണം പ്രതിപക്ഷ നേതാവ് ഈ ഡീലുമായി ബന്ധപ്പെട്ട്, അതായത് BJPയും CPM-ഉമായിട്ടുള്ള ഡീലിനെ കുറിച്ച് പറയുന്നു. അതിപ്പോൾ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്, നമ്മളോടടക്കം പറഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലാം അതിനെക്കുറിച്ച് പല ആവർത്തി ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഡീലിനെ കുറിച്ച് പറഞ്ഞ വീഡിയോ അത് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നുണ്ടെങ്കിൽ അത് പറയാനുള്ള അവകാശം പ്രതിപക്ഷ നേതാവിനുണ്ട്. തെരഞ്ഞെടുപ്പ് വേദിയിൽ നിൽക്കുകയാണ്. ആ ഡീൽ ആരോപണത്തെ പ്രതിരോധിക്കുന്നത് CPM ആണ്. അവിടെ ഈ ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുമ്പോൾ ആ ആരോപണം ഉന്നയിച്ച ഭാഗം മാത്രം അപ്രത്യക്ഷമാകുന്നുണ്ടെങ്കിൽ സംശയം വേണ്ട, പ്രതിപക്ഷ നേതാവിന് ആരോപണം ഉന്നയിക്കാം. അതിൽ ഇത്തരം തലങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അദ്ദേഹത്തിന് ആരോപണം ഉന്നയിക്കാം എന്നുള്ളതിൽ നിന്നുകൊണ്ട് ഞാൻ അത് മാറ്റിവെക്കാം. പക്ഷേ എൻ്റെ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുദ്ദേശിച്ചിട്ടാണ് എന്നുള്ള പ്രശ്നമാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അമിതാധികാര സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ഇത് മാത്രമല്ല അതിനുദാഹരണം. കുറേ സംഭവങ്ങളായി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ SIR മുതൽ അത് ആ നിലയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിവിടെ മാത്രം സംഭവിക്കുന്നതുമല്ല. നേരത്തെ പറഞ്ഞതുപോലെ പശ്ചിമ ബംഗാളിൽ സംഭവിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ പ്രോ ആക്റ്റീവായി ഇടപെട്ടുകൊണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരെയെല്ലാം മാറ്റിക്കൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടന്നു. അത് സുതാര്യമായ തെരഞ്ഞെടുപ്പ്, നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് ഇത് ഉറപ്പാക്കാൻ വേണ്ടിയാണ് എന്നൊറ്റയടിക്ക് വിശ്വസിക്കാവുന്ന സാഹചര്യം രാജ്യത്തുണ്ടോ? അതാണ് എൻ്റെ പ്രശ്നം. കാരണം ആരോപണങ്ങൾ ഉയരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ച് ആരോപണങ്ങൾ ഉയരുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് മുന്നിൽ എന്താ സംഭവിച്ചത്? അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ച ഒരു ഫോർവേഡ് ചെയ്ത ഒരു മെയിലിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമരയുടെ സീലുണ്ടായിരുന്നു എന്നുള്ളത് ഒരു ഗൗരവമുള്ള വിഷയമാണ്. അത് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പിന്നെ ആരും അതിനെക്കുറിച്ച് ഇനി മിണ്ടിപ്പോകരുത് എന്ന സമീപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നത് എന്തുദ്ദേശത്തിലാണ്? അവരത് വിശദീകരിച്ചാൽ മതി. അതിനപ്പുറത്ത് അത് ഈ സീൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഇതാണ് ആ സീൽ എന്ന് ഈ ജനാധിപത്യ രാജ്യത്ത് ആരെങ്കിലും പറഞ്ഞാൽ നീ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, മതവിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് 1,400 കുറ്റം ആരോപിച്ച് അയാൾക്കെതിരെ നോട്ടീസ് അയക്കുന്നത് എന്ത് മര്യാദയാണ് ഈ രാജ്യത്ത്? ഇതിനു മുമ്പ് നല്ല കൊള്ളാവുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നമ്മുടെ രാജ്യം കണ്ടിട്ടുണ്ട്. TN ശേഷൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ സത്യസന്ധമായി അൺബയാസ്ഡായി നടപ്പാക്കാം എന്നുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുള്ളപ്പോൾ ഈ മട്ടിൽ വിചിത്രമായി എന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. ന്യൂസ് മലയാളത്തിന് SIRൻ്റെ സമയത്ത് ഒരു നോട്ടീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചിരുന്നു. അത് വെറുതെ അയക്കുകയല്ല, പരസ്യപ്പെടുത്തുകയായിരുന്നു. അതായത് ഈ മുഴുവൻ മാധ്യമങ്ങൾക്കും നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലാണ് പരസ്യമായി പബ്ലിഷ് ചെയ്തത്. എന്താണ് പ്രശ്നം? SIR നടപ്പാക്കുമ്പോഴുള്ള ആശങ്കകളും പ്രശ്നങ്ങളും ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ലേ, ആളുകൾ ഒഴിവാക്കപ്പെടാൻ സാധ്യതയില്ലേ എന്നുള്ള ആശങ്ക പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ അത് ന്യൂസ് മലയാളം ചെയ്തു, ഒരു റിപ്പോർട്ട് ചെയ്തു. ആ ആശങ്ക പങ്കുവെച്ചുകൊണ്ടുള്ള വീഡിയോയ്ക്കെതിരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചു. നമ്മളത് പിൻവലിച്ചിട്ടൊന്നുമില്ല, പക്ഷേ അങ്ങനെ ഒരു നോട്ടീസ് നമുക്ക് കിട്ടി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നോട്ടീസ്. അപ്പോൾ SIRമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു നോട്ടീസ് അയക്കേണ്ട സാഹചര്യം എന്താണ്? അത് അങ്ങനെയല്ല. ഇതിൽ വസ്തുതാവിരുദ്ധതയുണ്ട്. നമ്മളേതായാലും ഇവിടെ കലാപം ഉണ്ടാക്കാനുള്ള പണിയൊന്നും ഒപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് അങ്ങനെയല്ല, ഇത് എളുപ്പത്തിൽ നടപ്പാക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്ന് സമാധാനത്തോടെ അടുത്ത വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വിശദീകരിച്ചാൽ ഈ പ്രശ്നം തീരുവോ, അല്ലെങ്കിൽ ഒരു വാർത്താക്കുറിപ്പിറക്കിയ പ്രശ്നം തീരുവോ? ഇത് അങ്ങനെയല്ല, നോട്ടീസ് അയക്കുകയാണ്. അപ്പോൾ തന്നെ ആ നോട്ടീസ് എന്നിട്ട് ഈ ലോകം മുഴുവൻ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയാണ്. ആര്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതേ സ്വഭാവത്തിൽ തന്നെയാണ് മഹുവ മൊയ്ത്രയ്ക്കെതിരെ. മഹുവ മൊയ്ത്ര ഈ BJPയുടെ ചിഹ്നം പതിച്ച
ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ കത്ത് അത് പ്രദർശിപ്പിച്ചു. സ്വാഭാവികമായിട്ടും അവർക്ക് സംസ്ഥാന സർക്കാരിനെ വിമർശിക്കാനുണ്ടാവും. കാരണം CPM അല്ലല്ലോ, അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരിൻ്റെ ഭാഗമല്ല. ഇപ്പം VD സതീശൻ ചെയ്തതുപോലെ വിമർശനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിച്ച കയ്യിലിരിപ്പായിരിക്കും, പക്ഷേ വിമർശനം രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ ഉണ്ടാകും, സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടാകും. അത് ഉറപ്പാണ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത്. അതെങ്ങനെയാണ് ഇവിടുത്തെ സൗഹാർദ്ദ അന്തരീക്ഷത്തെയൊക്കെ തകർക്കും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തുക? അപ്പോൾ ഒന്നുകിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഇതൊക്കെ നോക്കാനായിട്ട് അവിടെ കുറച്ച് പേരെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഇവർക്ക് ആർക്കോ ഗുരുതരമായ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മട്ടിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോക്കി ഇവിടെ സാമുദായിക സൗഹാർദ്ദത്തെയും ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തെയും ഒക്കെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള വിദ്വേഷ പ്രചാരണം അവസാനിപ്പിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ കാണിച്ചു കൊടുക്കാം 1000 കമൻറ്റുകൾ, 1000 സോഷ്യൽ മീഡിയ കണ്ടൻറ്റുകൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ആ നിലയ്ക്ക് വിദ്വേഷ പ്രചാരണത്തിന് മാത്രം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രയോജനപ്പെടുത്തുന്ന തെറ്റായ വാർത്തകൾ മാത്രം പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ച് നടത്തുന്ന കമൻറ്റുകളും അത്തരം സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളും എല്ലാം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇത്തരം പ്രചാരണങ്ങൾ ഉള്ളപ്പോഴാണ് അതെല്ലാം കണ്ടില്ലെന്ന് നടിച്ചിട്ട് VD സതീശൻ്റെ പ്രതിപക്ഷ നേതാവ് ചെറിയ ആളാണ്, ചിലർക്കാരാണ്, അദ്ദേഹത്തിൻ്റെ, അതായത് ഈ തെരഞ്ഞെടുപ്പിനെ പ്രതിപക്ഷത്ത് നിന്ന് മുന്നിൽ നിന്ന് നയിക്കുന്നയാളുടെ ഒരു വീഡിയോ, ആ വീഡിയോയിൽ വന്ന കമൻറ്റ് കുഴപ്പമാണ് എന്ന് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഈ പ്രോസസ്സ് ഇങ്ങനെ തന്നെ നടന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും അതിനകത്ത് ഇപ്പോൾ പോലീസിന് ചിലപ്പോൾ ഒരു നിർദ്ദേശമായിരിക്കും പോയിട്ടുണ്ടാവുക, അത്തരത്തിലുള്ള കമൻറ്റുകളും പ്രശ്നങ്ങളും ഉണ്ടായി വിദ്വേഷ പ്രചാരണമൊക്കെ കണ്ടാൽ നീക്കം ചെയ്യണമെന്ന്. അങ്ങനെയുള്ള ആ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വളരെ സജീവമായി സ്വന്തം നിലയ്ക്ക് ഇടപെട്ട് നോട്ടീസ് അയച്ചതാണോ എന്നുള്ളത് വിശദീകരിക്കേണ്ടത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരാണ്. ആ കാര്യത്തിൽ അവർ പക്ഷേ ആ നിലയ്ക്ക് വ്യക്തതയോടെയുള്ളൊരു വിശദീകരണം തന്നിട്ടുമില്ല. അതെങ്ങനെയാണ്, ആരയച്ചതാണ് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തതയോടെ വിശദീകരണത്തിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് അവരേറ്റിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. പക്ഷേ അത് പോലീസ് സ്വന്തം നിലയ്ക്ക് ചെയ്തതാണോ? കാരണം പോലീസിന് ഇപ്പോൾ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചാരണമൊക്കെ കണ്ടാൽ നിങ്ങൾ ഇടപെട്ടോണം എന്നുള്ളൊരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇടപെട്ടതാണോ, അതോ ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് ഇടപെട്ടതാണോ? രണ്ടായാലും പരമ അബദ്ധമാണ്. അതിനേക്കാൾ വലിയ വിദ്വേഷ പ്രചാരണം നടക്കുന്ന വിഷയങ്ങൾ വേറെ ഇവിടെയുണ്ട്. പിന്നെ ഇത് കേട്ട ഉടനെ അതെടുത്ത് മാറ്റുകയും ചെയ്തു. അങ്ങനെ ഒരു സംഗതി കൂടി സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് ഇതെല്ലാം കമൻറ്റുകളും മാറ്റേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു കണ്ടൻറ്റ്, ഈ കണ്ടൻറ്റ് വിദ്വേഷ പ്രചാരണത്തിന് സാധ്യതയുള്ളതാണെന്ന് തോന്നിയാൽ ചിലപ്പോൾ അവരെടുത്ത് മാറ്റിയിട്ടുണ്ടാവും. അത് ആ നിലയ്ക്കും വേണം നമുക്ക് വിലയിരുത്താൻ. എന്തായാലും ഈ കാര്യത്തിൽ എനിക്ക് ഒന്നാമത്തെ കുറ്റക്കാരായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെയാണ് തോന്നുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെയാണ് തോന്നുന്നത്. അത് കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. VD സതീശൻ്റെ അഭിമുഖം തന്നെ പുനഃസ്ഥാപിച്ചതോടെ വലിയൊരു വിവാദത്തിന് ഒറ്റയടിക്ക് അങ്ങ് തിരശ്ശീല വീണു. പ്രതിപക്ഷ നേതാവിൻ്റെ അഭിമുഖം ഫേസ്ബുക്കിൽ നിന്ന് അപ്രത്യക്ഷമായതോടെ വലിയ വിമർശനങ്ങളും ആരോപണങ്ങളുമാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തിയിരുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ വിഷയം സർക്കാരിനെയും പോലീസിനെയും അടിക്കാനുള്ള ഒരു ആയുധമാക്കി മാറ്റാൻ പ്രതിപക്ഷ നേതാവും ശ്രമിച്ചു. പക്ഷേ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വിഷയത്തിൽ വിശദീകരണവുമായി എത്തിയതോടെയാണ് ആ വീഡിയോ നീക്കം ചെയ്ത നടപടി ആശയക്കുഴപ്പത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ് എന്ന് വ്യക്തമായത്. മെറ്റയ്ക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടാവാം. അത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വിശദീകരണവും നമ്മൾ പക്ഷേ മുഖവിലേക്ക് എടുക്കണം. ഭരണം സ്തംഭിക്കില്ലെങ്കിലും നയപരമായ പുതിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിന് ഉണ്ടാകില്ല എന്നുള്ളതൊരു വസ്തുതയുമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ കാലയളവിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് മുതൽ പുതിയ സർക്കാർ വരുന്നത് വരെ നിലവിലുള്ള സർക്കാർ ഒരു കാവൽ സർക്കാർ എന്ന നിലയ്ക്കാണ് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ പൊതുവെ മലയാളിക്കെല്ലാം അറിയാവുന്നതാണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ മട്ടിൽ ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും.